Good morning, friends. Today we are going to discuss a new concept called chemical bonding അല്ലെങ്കിൽ രാസബന്ധനം. Before going to the topic, let's look around your surroundings. You can see many substances around you, അല്ലേ? വളരെ വ്യത്യസ്തമായ പല പദാർത്ഥങ്ങളെയും അല്ലെങ്കിൽ സബ്സ്റ്റൻസിനെ നമുക്ക് ചുറ്റും കാണാൻ കഴിയും, അല്ലേ? നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ വൈ ദീസ് സബ്സ്റ്റൻസസ് ആർ ഫോംഡ് അല്ലെങ്കിൽ ഹൗ ദീസ് സബ്സ്റ്റൻസസ് വേർ ഫോംഡ്? ഈ പദാർത്ഥം ഈ വസ്തുക്കൾ എങ്ങനെ ഉണ്ടായി, അല്ലെങ്കിൽ എന്തിനാണ് ഈ വസ്തുക്കൾ ഉണ്ടായിരിക്കുന്നത്? നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഈ ചാപ്റ്ററിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് ഇത്തരം ചില ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ്. ബിഫോർ ഗോയിങ് ടു ചാപ്റ്റർ, നിങ്ങളൊരു ലെറ്റ്സ് കൺസിഡർ എ പീസ് ഓഫ് ചോക്ക്. ഒരു കഷ്ണം ചോക്ക് കൺസിഡർ ചെയ്യാം. ഐ ആം ഗോയിങ് ടു മേക്ക് ഇറ്റ് ടൈനി പാർട്ടിക്കിൾസ്, അല്ലെങ്കിൽ അതിനെ ഞാൻ എന്ത് ചെയ്യാം, പൊടിച്ച് വളരെ ചെറിയ, അതിന്റെ ഏറ്റവും ചെറിയ ഫോർമാറ്റിലേക്ക് മാറ്റാൻ ശ്രമിക്കുകയാണ്. എന്തായിരിക്കും എനിക്ക് അവസാനം കിട്ടുക? കുറെ ആദ്യം ഫസ്റ്റ്ലി വി ആർ ബ്രേക്കിംഗ് ഇൻ ടു പീസസ്, ദെൻ മേക്ക് ഇറ്റ് ഇൻ ടു ഫൈൻ പാർട്ടിക്കിൾസ്. വാട്ട് വി ഗെറ്റ്? യെസ്, വി ഗെറ്റ് സ്മോളസ്റ്റ് പാർട്ടിക്കിൾ, ദാറ്റ് ഈസ് കോൾഡ് മോളിക്യൂൾസ്. തന്മാത്രകൾ ലഭിക്കും, അല്ലേ? എങ്ങനെയാണ് തന്മാത്ര? എന്താ തന്മാത്ര എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, ഇറ്റ് ഈസ് ദ സ്മോളസ്റ്റ് പാർട്ടിക്കിൾ ഹാവിംഗ് ഓൾ ദ പ്രോപ്പർട്ടീസ് ഓഫ് ദാറ്റ് സബ്സ്റ്റൻസ്. ഏത് വസ്തുവിന്റെ ആണോ നമ്മൾ എടുക്കുന്നത് അതിന്റെ എല്ലാവിധ പ്രോപ്പർട്ടിയുള്ള ഏറ്റവും ചെറിയ പാർട്ടിക്കിളാണ് എന്ത്? തന്മാത്രകൾ. തന്മാത്രകളെ അല്ലെങ്കിൽ മോളിക്യൂളിനെ നമുക്ക് വീണ്ടും ഡിവൈഡ് ചെയ്യാൻ കഴിയുമോ, അല്ലെങ്കിൽ വീണ്ടും ചെറുതാക്കാൻ കഴിയുമോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? യെസ്, വി ക്യാൻ ഫർദർ ഡിവൈഡ് മോളിക്യൂൾസ്. എന്താക്കി മാറ്റാം? ആറ്റംസ്, അല്ലേ? അപ്പോ ആറ്റംസ് ആർ കമ്പൈൻഡ് ടുഗദർ ടു ഫോം മോളിക്യൂൾസ്. Molecules are combined together to form all these substances. So, സബ്സ്റ്റൻസസിനെ നമുക്ക് എന്താക്കി മാറ്റാം? തന്മാത്രകളാക്കാം. തന്മാത്രകൾ പിന്നെ നമുക്ക് എന്താക്കി മാറ്റാൻ കഴിയും? ആറ്റംസ് ആക്കി മാറ്റാൻ കഴിയും. നിങ്ങൾ ചെറിയ തൊട്ട് മുമ്പത്തെ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്, സ്റ്റഡീഡ് അബൌട്ട് സ്ട്രക്ചർ ഓഫ് ആറ്റം, അല്ലെ? ആറ്റത്തിന്റെ ഘടന പഠിച്ചിട്ടുണ്ട്. പിന്നെയോ ആറ്റത്തിന്റെ വിവിധ രൂപങ്ങൾ പഠിച്ചിട്ടുണ്ട്, അല്ലെ? ഈ ആറ്റങ്ങൾ ഏതാണ്? അതിൽ ആറ്റത്തിന്റെ രൂപങ്ങൾ ഏറ്റവും മികച്ചത് ഏതാ, അല്ലെങ്കിൽ വിച്ച് ഈസ് ദ മോസ്റ്റ് ആക്സെപ്റ്റബിൾ വൺ? യെസ്, വി നോ ഇറ്റ്സ് ബോർസ് മോഡൽ, അല്ലെ? ബോർസ് മോഡൽ. എന്തായിരുന്നു ബോർസ് മോഡൽ ആറ്റം? ബോർസ് മോഡൽ, അല്ലെ? ബോർസ് മോഡൽ ഓഫ് ആറ്റം. എന്തായിരുന്നു ബോറിന്റെ ആറ്റം ഘടന? നമുക്കറിയാം, ഒരു ആറ്റം ഉണ്ട്. ആറ്റത്തിന്റെ നടുവിലായിട്ട് എന്തുണ്ട്? യെസ്, ന്യൂക്ലിയസ് ഉണ്ട്. ന്യൂക്ലിയസിൽ ആരുണ്ട്? പ്രോട്ടോൺ ഉണ്ട്, അതോടൊപ്പം ന്യൂട്രോൺ ഉണ്ട്, അല്ലെ? പിന്നെ ആരാണുള്ളത്? യെസ്, അടുത്തൊരു കണിക കൂടി ഉണ്ട്. ആരാണ്? ഇലക്ട്രോണുകൾ. ഇലക്ട്രോണുകൾ എവിടെയാണ്? ന്യൂക്ലിയസിന് ചുറ്റും വിവിധ ഷെല്ലുകളിൽ, അല്ലെ? വിവിധ ഷെല്ലുകളിൽ ആരടങ്ങിയിട്ടുണ്ട്? ഇലക്ട്രോണുകൾ അടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലെ? സോ ഇതാണ് ബോറിന്റെ ആറ്റം മാതൃക. ഈ ഷെല്ലുകൾ എന്തുപോലെ പ്രവർത്തിക്കുന്ന പഠിച്ചത്? സോളാർ സിസ്റ്റത്തിലെ പ്ലാനറ്റ്സ് പോലെ, അല്ലെ? ഇലക്ട്രോൺസ് ആൻഡ് ന്യൂക്ലിയസ് ആക്ട് ആസ് വാട്ട്? സൺ, അല്ലെ? അതുപോലെ പ്രവർത്തിക്കും. ഇനി നിങ്ങൾക്കറിയാം, ന്യൂക്ലിയസിൽ ഉള്ള പ്രോട്ടോണുകളുടെ അത്ര തന്നെ എണ്ണം ആരുണ്ടാവും? ഇലക്ട്രോണുകളും ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കറിയാമോ, പ്രോട്ടോണിന്റെ ചാർജ് എന്താണ്? പോസിറ്റീവ് ചാർജ് ആണ്, അല്ലെ? ന്യൂട്രോണിന്റെ ചാർജ് പോസിറ്റീവ് ചാർജ് ആണ്. ന്യൂട്രോണിന് ചാർജ് ഇല്ല, അതുകൊണ്ട് തന്നെ ന്യൂക്ലിയസിന്റെ ചാർജ് പോസിറ്റീവ് ആയിരിക്കും. സോ പ്രോട്ടോണിന്റെ ചാർജ് പോസിറ്റീവ് ആണ്. എന്നാലോ ഇലക്ട്രോണിന്റെ ചാർജോ? നിങ്ങൾക്കറിയാം, ഇലക്ട്രോണിന്റെ ചാർജ് നെഗറ്റീവ് ചാർജാണ്, അല്ലെ? നെഗറ്റീവ് ചാർജാണ് ഇലക്ട്രോൺ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഒരു ആറ്റത്തിനുള്ളിൽ പ്രോട്ടോണുകളുടെയും ഇലക്ട്രോണുകളുടെയും എണ്ണം തുല്യമായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഒരു ആറ്റത്തിന്റെ ടോട്ടൽ ചാർജ് എത്രയായിരിക്കും? 0 ആയിരിക്കും, അല്ലെ? ടോട്ടൽ ചാർജ് എപ്പോഴും 0 ആയിരിക്കും. എന്തുകൊണ്ടാണ്? ഒരു 10 പ്രോട്ടോൺ ഉണ്ടെങ്കിൽ 10 ഇലക്ട്രോൺ ഉണ്ടാവും. 10 പോസിറ്റീവ് ചാർജ് ഉണ്ടെങ്കിൽ 10 നെഗറ്റീവ് ചാർജ് ഉണ്ടാവും, അല്ലെ? രണ്ടും കൂടി കൂട്ടിയാൽ 0 കിട്ടും. സോ ആറ്റം
ഓ ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണ് അല്ലെ, ഇലക്ട്രിക്കലി ന്യൂട്രൽ, ആറ്റം ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണ്. ഓക്കെ, അതായത് വൈദ്യുതപരമായി ഉദാസീനമാണ് അല്ലെ, ചാർജ് ഇല്ല ആറ്റത്തിന്. കാരണം എന്താണ്, അതിന് ഇലക്ട്രോണുടെ പ്രോട്ടോണുടെ എണ്ണം തുല്യമാണ്. ഓക്കെ, ഞാനിവിടെ കുറച്ച് സബ്സ്റ്റൻസിന്റെ പേരുകൾ എഴുതിയിട്ടുണ്ട് അല്ലെ, കെമിക്കൽ നെയിമുകൾ. ഹീലിയം, ഓക്സിജൻ, അമോണിയ, NH3, സോഡിയം ക്ലോറൈഡ്, നൈട്രജൻ, ആർഗൺ. ഇതിലെന്തെങ്കിലും പ്രത്യേകത നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ? യെസ്, ചില സബ്സ്റ്റൻസസ് എന്താണ് സിംഗിൾ ആറ്റം അല്ലെ, ഹീലിയം, ആർഗൺ എന്ന സിംഗിൾ ആറ്റം വരുന്നത്. എന്നാൽ ഓക്സിജൻ, നൈട്രജൻ ഒക്കെ നോക്കൂ, SO2 ആണല്ലേ, ഒരേപോലത്തെ രണ്ട് ഓക്സിജൻ ആറ്റങ്ങൾ കമ്പൈൻ ചെയ്തിട്ടാണ് ഒരു ഓക്സിജൻ O2 ഉണ്ടായിരിക്കുന്നത്. എന്നാലോ NH3 ഉം NaCl ഉം നോക്കൂ, വ്യത്യസ്തമായ രണ്ട് ആറ്റങ്ങൾ, നൈട്രജൻ ആറ്റവും ഹൈഡ്രജൻ ആറ്റവും കമ്പൈൻ ചെയ്ത് NH3 ഉണ്ടായി. അതേപോലെ സോഡിയം ആറ്റവും ക്ലോറിൻ ആറ്റവും കമ്പൈൻ ചെയ്തിട്ടാണ് ഉണ്ടായി സോഡിയം ക്ലോറൈഡ് ഉണ്ടായത്. അപ്പൊ എന്തിനുള്ള ചാൻസ് ഉണ്ട്? ഒരേ ആറ്റങ്ങൾ തമ്മിൽ കൂടിച്ചേരാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ എന്തിന് ചാൻസ് ഉണ്ട്? വ്യത്യസ്തമായ ആറ്റങ്ങൾ കൂടിച്ചേരാൻ അല്ലെ, വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങൾ കൂടിച്ചേരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ വസ്തുക്കളെ നമുക്ക് രണ്ടായി തരംതിരിച്ചൂടെ? എങ്ങനെ? ഒന്ന് എലമെന്റൽ മോളിക്യൂൾസ്, രണ്ടാമതോ കോമ്പൗണ്ട് മോളിക്യൂൾസ് അല്ലെ. നെക്സ്റ്റ് വൺ ഈസ് കോമ്പൗണ്ട് മോളിക്യൂൾസ്. എന്താണ് എലമെന്റൽ മോളിക്യൂൾസ്? സെയിം ആറ്റത്തിന്റെ, സെയിം എലമെന്റിന്റെ ആറ്റങ്ങൾ തമ്മിൽ കൂടി ചേർന്നാൽ എന്താവും? അത് എലമെന്റൽ മോളിക്യൂൾ ആവും. എക്സാമ്പിൾ ആണ് എന്ത്? ഓക്സിജൻ, O2, N2. അതേപോലെ തന്നെ സിംഗിൾ ആറ്റമായി നിൽക്കുന്ന ഹീലിയം. എന്താണ്? സെയിം ആറ്റം അല്ലെ. അപ്പൊ എന്ത് ചെയ്യാം? ഓക്സിജൻ, N2, ആർഗൺ, ഇതൊക്കെ ഇതിൽപ്പെടും എലമെന്റൽ. നെക്സ്റ്റ് ആണ് എന്ത്? കോമ്പൗണ്ട് മോളിക്യൂൾസ്. കോമ്പൗണ്ട് മോളിക്യൂൾസ് എന്താണ്? സംയുക്ത തന്മാത്രകൾ അല്ലെ, സംയുക്ത തന്മാത്രകൾ. എന്താ സംയുക്ത തന്മാത്രകൾ എന്ന് പറയുമ്പോൾ വ്യത്യസ്ത എലമെന്റുകളുടെ ആറ്റങ്ങൾ കമ്പൈൻ ചെയ്തിട്ട് ഒരു പദാർത്ഥം ഉണ്ടാകുക. ഇവിടെ എന്താ? NH3, അമോണിയ. അതെന്താണ്? അത് കോമ്പൗണ്ട് മോളിക്യൂൾ ആണ് അല്ലെ, NaCl. ക്ലിയർ? എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയാൻ കാരണം? സംയുക്ത തന്മാത്ര വ്യത്യസ്ത ആറ്റങ്ങൾ കൂടിച്ചേർന്നാൽ സംയുക്ത തന്മാത്രകളായി. ഇത് ഓർത്ത് വെക്കുക. അപ്പൊ രണ്ട് രീതിയിൽ ആറ്റങ്ങൾ കൂടിച്ചേരാം അല്ലെ. സോ നമുക്ക് ഒരു കാര്യം എന്താ ക്ലിയർ ആയി? ആറ്റങ്ങൾ തമ്മിൽ കൂടിച്ചേർന്ന് സംയുക്തങ്ങൾ ഉണ്ടാകുന്നുണ്ട്. സംയുക്തങ്ങൾ കൂടിച്ചേർന്നാണ് നമുക്ക് ചുറ്റുമുള്ള പദാർത്ഥങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ കാണാനുള്ളത് രണ്ട് കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നോക്കാനുള്ളത് മെയിനായിട്ട്. എന്തൊക്കെയാണ്? വൈ ദീസ് ആറ്റംസ് കമ്പൈൻസ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് വൈ ഡസ് ദീസ് ആറ്റംസ് കമ്പൈൻസ്. എന്തുകൊണ്ടാണ് ഈ ആറ്റങ്ങൾ കമ്പൈൻ ചെയ്യുന്നത്? ഓക്കെ, എന്തിനു വേണ്ടിയാണ്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഹൗ ദീസ് ആറ്റംസ് കമ്പൈൻസ്. ഈ രണ്ട് ക്വസ്റ്റ്യൻ ആണ് മെയിൻ ആയിട്ട് നമുക്ക് ഈ ചാപ്റ്ററിൽ നോക്കാനുള്ളത്. ഓക്കെ, ഒന്നാമത്തെ കാര്യം നോക്കാം അല്ലെ. വൈ ദീസ് ആറ്റംസ് കമ്പൈൻ ടുഗദർ. ഓക്കെ, നമുക്കറിയാം പീരിയോഡിക് ടേബിൾ എല്ലാവരും കണ്ടിട്ടുണ്ടല്ലോ. പീരിയോഡിക് ടേബിളിന്റെ 18ാമത്തെ ഗ്രൂപ്പ് ഏതാണ്? യെസ്, നമുക്കറിയാം അലസവാതകങ്ങൾ അല്ലെ, അല്ലെങ്കിൽ നോബിൾ ഗ്യാസസ്. ഏതൊക്കെയാണ് നോബിൾ ഗ്യാസസ് 18ാമത്തെ ഗ്രൂപ്പിൽ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, കേട്ടിട്ടുണ്ടാവില്ലേ, കണ്ടിട്ടുണ്ടോ പീരിയോഡിക് ടേബിൾ? ഏതൊക്കെയാണ്? ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സെനോൺ ആൻഡ് റെഡോൺ. ഓക്കെ, രണ്ടാമത് ഇതിന്റെ പ്രത്യേകത, ഇതിന്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? ഹീലിയത്തിന് 2ആണ്. ഇതിൻ്റെത് 10, നിയോൺ 18, 36, 54, 86 അല്ലെ. ദീസ് ആർ ദ അറ്റോമിക് നമ്പേഴ്സ്. നിങ്ങൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട് ഇലക്ട്രോൺ വിന്യാസം എഴുതാൻ. വാട്ട് ഈസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ? ഹൗ ഡസ് ഇലക്ട്രോൺസ് accommodate in different shells? We know that there are K, L, M, N shells. So how does electrons accommodate in these different shells? Helium yes, 2 only 2 electrons are there. Neon 2, 8, 10 electrons. Argon 2, 8 and 8. This is 2, 8, 18, 8. Clear? 54. 2, 8, 18, 18 and 8. Radon 2, 8, 18, 32, 18
8. Clear? These are the electronic configuration. You already studied about this. But there is some peculiarity in this electronic configuration. Let's consider first one, helium. What is the electronic configuration? 2. So helium have only 2 electrons. So helium, these 2 electrons combine in the K shell. How many electrons can accommodate in K shell? Only 2. So there is no further more electrons can be accommodated in helium. In second, there is no more electrons can be accommodated in first shell. So this is completed. Okay. In all other cases, let's see how many electrons are there in the outermost shell. Yes, 8 electrons. 8 electrons are there in all other noble gases outermost shell. നോബിൾ ഗ്യാസിന് അല്ലെങ്കിൽ അലസവാതകത്തിന്റെ അവസാനത്തെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ എന്താണ്, അവസാനത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോണുകളാണുള്ളത് അല്ലെ. അപ്പോ എന്തുകൊണ്ടായിരിക്കും 8 ഇലക്ട്രോൺ? അലസവാതകങ്ങൾ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാറുണ്ടോ? ഇല്ലല്ലേ. അലസവാതകങ്ങൾ എപ്പോഴും എന്താണ്, നോബിൾ ഗ്യാസസ് ഓൾവേസ് അത് സ്വതന്ത്രമായി നിൽക്കുക, ഇൻഡിപെൻഡന്റ് ആയി നിൽക്കുക. ദേ നെവർ പാർട്ടിസിപ്പേറ്റ് ഇൻ കെമിക്കൽ റിയാക്ഷൻ. വൈ? യെസ്, ദേ ഹാവ് 8 electrons in the outermost shell. So 8 electrons attain ചെയ്താൽ എന്തായി, അതിന് സ്ഥിരത കൈവരിച്ചിട്ട് become stable. So the atoms which are stable doesn't participate in chemical reaction. So in the case of noble gases അല്ലെങ്കിൽ അലസവാതകങ്ങൾ, പേരിൽ തന്നെ ഉണ്ടല്ലേ അലസന്മാരല്ല, ഒന്നിനും ഒരു പണി എടുക്കൂല. സോ അലസവാതകങ്ങൾ എന്ത് ചെയ്യൂല, രാസപ്രവർത്തനത്തിൽ ഏർപ്പെടില്ല. കാരണം എന്താണ്, അതിലെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ എന്തുണ്ട്, 8 ഇലക്ട്രോൺസ് ഉണ്ട്. ഇതിനെന്താ പറയാ, ഒക്ടറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയും, അല്ലെങ്കിൽ അഷ്ടക ഇലക്ട്രോൺ വിന്യാസം. ഇവ പൂർത്തീകരിച്ചാൽ എന്ത് ചെയ്യും, പിന്നെ രാസപ്രവർത്തനം ഏർപ്പെടേണ്ട ആവശ്യമില്ല, അത് സ്റ്റേബിൾ ആയി നിന്നുള്ളൂ. ഓക്കെ. അതുകൊണ്ട് തന്നെ അലസവാതകങ്ങൾ എന്ത് ചെയ്യില്ല, രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നില്ല. ഇനി നമുക്ക് എന്ത് ചെയ്യാം, മറ്റ് ചില ആറ്റങ്ങൾ കൺസിഡർ ചെയ്യാം. ഓക്കെ. സോഡിയം ആറ്റം, അതുപോലെ ക്ലോറിൻ ആറ്റം, ഓക്സിജൻ ആറ്റം എടുത്ത് നോക്കിയാലോ. ക്ലോറിന്റെ അറ്റോമിക നമ്പർ എത്രയാണ്? നമുക്കറിയാം 11 ആണല്ലേ. സോഡിയത്തിൻ്റെത്, ക്ലോറിൻ്റെത് 17, ഓക്സിജന്റെത് 8 ആണ്. ഇതിന്റെ ഇലക്ട്രോൺ വിന്യാസം ഒന്ന് എഴുതി നോക്കൂ. 2, 8, 1. ക്ലോറിൻ്റെതോ 2, 8 and 7. ഓക്സിജന്റേതാണെങ്കിലോ 2, 6. What is the difference between these atoms and noble gas atoms? ഇതിന്റെ നോക്കൂ, അവസാന ഇലക്ട്രോൺ ഷെല്ലിൽ എത്ര ഇലക്ട്രോണുകളേ ഉള്ളൂ? വ്യത്യസ്ത ഇലക്ട്രോണുകളാണല്ലേ. നെവർ കംപ്ലീറ്റ്സ് ഒക്ടറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. എന്താവുന്നില്ല, അഷ്ടക ഇലക്ട്രോൺ വിന്യാസം പൂർത്തീകരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവ എന്തല്ല, സ്റ്റേബിൾ അല്ല അല്ലെ. സോ സ്റ്റേബിൾ അല്ലെങ്കിൽ സ്ഥിരത, ഇവയ്ക്ക് സ്ഥിരതയില്ല. സോ സ്ഥിരത കൈവരിക്കാൻ വേണ്ടി അവ എന്ത് ചെയ്യും, ഇവയ്ക്ക് സ്ഥിരത ആവശ്യമുണ്ട് അല്ലെ. അപ്പൊ ഇതെന്താ ശ്രമിക്കുക, അവസാന ഷെല്ലിൽ എത്ര ഇലക്ട്രോണുകളെ വേണം, 8 ഇലക്ട്രോണുകളെ വരുത്താൻ ശ്രമിക്കും അല്ലെ. സോ ദീസ് ആറ്റംസ് ആർ അൺസ്റ്റേബിൾ. സോ ദേ ട്രൈ ടു attain stability by combining with other atoms. അതിനെയാണ് നമ്മൾ എന്ത് പറയാ, കെമിക്കൽ ബോണ്ടിങ് എന്ന് പറയാ, അല്ലെങ്കിൽ രാസബന്ധനം എന്ന് പറയാ. അപ്പൊ എന്താണ് രാസബന്ധനം? സ്റ്റേബിൾ അല്ലാത്ത ആറ്റങ്ങൾ സ്റ്റെബിലിറ്റി കൈവരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാ, മറ്റ് ആറ്റങ്ങളെ കൂടിച്ചേരുക, അല്ലെങ്കിൽ എന്താ പറയാ, അപ്പൊ ആറ്റങ്ങൾ കൂടിച്ചേരുക ഇങ്ങനെ ആയിരിക്കും, എന്തോ ഒരു ഒരാളെ പിടിച്ചു നിർത്തൂല, എന്തോ ഒരു ബലം, സം കൈൻഡ് ഓഫ് ഫോഴ്സ്. സോ ദിസ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ different atoms to attain stability is called what? Chemical bonding. അല്ലെങ്കിൽ തന്മാത്രകൾ രൂപീകരിക്കപ്പെടുമ്പോൾ ആറ്റങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന ബലത്തെയാണ് നമ്മൾ എന്ത് പറയുക, രാസബന്ധനം എന്ന് പറയുക. ഓക്കെ. അപ്പൊ എന്തിനാണ് എന്നുള്ളതിന് ചോദ്യം കിട്ടിയില്ലേ. എന്തിനാണ്, ഇവ സ്റ്റേബിൾ അല്ല, സ്റ്റെബിലിറ്റി കൈവരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് എന്താവും, രാസബന്ധനത്തിൽ ഏർപ്പെടും. രാസബന്ധനത്തിൽ ഏർപ്പെടുമ്പോൾ അവർക്ക് സ്റ്റെബിലിറ്റി നേടാൻ കഴിയും, അഷ്ടക ഇലക്ട്രോൺ വിന്യാസം കൈവരിക്കാൻ കഴിയും.
So they participate in they participate in chemical bonding. So chemical bonding ennaanu, what is chemical bonding? It is the force of attraction between atoms in a molecule. That is called electron bonding. Or രാസബന്ധനം എന്ന് പറഞ്ഞാൽ ആറ്റങ്ങൾക്കിടയിലുള്ള ബലം അല്ലെ, സംയുക്തങ്ങളിലെ ആറ്റങ്ങൾക്കിടയിലുള്ള ബലത്തെയാണ് എന്താ പറയുക, ആകർഷണ ബലത്തെ രാസബന്ധനം എന്ന് പറയുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ നമുക്ക് കിട്ടി. എന്താണ്? യെസ്, വൈ ഡു ആറ്റംസ് കമ്പൈൻ? എന്തിനാണ്? ഇൻ ഓർഡർ ടു അറ്റൈൻ സ്റ്റെബിലിറ്റി ബൈ attaining octet on the outermost shell, they are attaining stability. So next is, how do atoms combine? എങ്ങനെയാണ് ആറ്റങ്ങൾ കമ്പൈൻ ചെയ്തിട്ട് സംയുക്തങ്ങൾ കൂടി ചേർന്ന സബ്സ്റ്റൻസ് ഉണ്ടാവും അല്ലേ? ഓക്കെ, ഹൗ ഡു ആറ്റംസ് കമ്പൈൻസ്, അതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. There are two methods of combining atoms. രണ്ട് മെത്തേഡ് ഉണ്ട് ആറ്റങ്ങൾ കമ്പൈൻ ചെയ്യുന്നത്. അതാണ് ഒന്നാമത്തേതാണ് അയോണിക ബന്ധനം അല്ലെങ്കിൽ അയോണിക് ബോണ്ടിങ്. രണ്ടാമത്തേതാണ് കോവാലന്റ് ബോണ്ടിങ്. എന്താണ് കോവാലന്റ് ബോണ്ടിങ്? കോവാലന്റ് ബോണ്ടിങ് അല്ലെങ്കിൽ സഹസംയോജന ബന്ധനം. അയോണിക് ബോണ്ടിങ് ഓർ കോവാലന്റ് ബോണ്ടിങ്. സോ രണ്ട് ടൈപ്പിലാണ് ഇങ്ങനെ ആറ്റങ്ങൾ രാസബന്ധനത്തിൽ ഏർപ്പെടുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഒന്നാമത്തത് നോക്കാം അല്ലെ. വാട്ട് ഈസ് അയോണിക് ബോണ്ടിങ് എന്ന് നോക്കാം. ഓക്കെ, അയോണിക ബന്ധനം. ഇതിനു വേണ്ടിയിട്ട് ഞാൻ ഒരു എക്സാമ്പിളിലൂടെയാണ് വാട്ട് ഈസ് അയോണിക് ബോണ്ടിങ് എന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എക്സാമ്പിൾ ടേക്ക് എക്സാമ്പിൾ ഓഫ് സോഡിയം ക്ലോറൈഡ് NaCl. ഓക്കെ, NaCl നിങ്ങൾക്കറിയാം, രണ്ട് സോഡിയവും ക്ലോറിനും കൂടി ചേർന്നാണ് ഉണ്ടാകുന്നത് സോഡിയം ക്ലോറൈഡ്. നമുക്ക് ഇത് സെപ്പറേറ്റ് ആക്കി എഴുതിയാലോ. സോഡിയം, വാട്ട് ഈസ് ദ അറ്റോമിക് നമ്പർ ഓഫ് സോഡിയം? യെസ്, ഇറ്റ് ഈസ് 11. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഈസ് വാട്ട്? 281. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ക്ലോറിൻ. ക്ലോറിന്റെ അറ്റോമിക് നമ്പർ 17 ആണ് അല്ലേ. അപ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാം 2, 8 and 7. ക്ലിയർ? ഇവ സ്റ്റേബിൾ ആണോ? Let's see how many electrons are in the outermost shell. Yes, here 1, and in the case of chlorine it is 7. So in order to attain stability, സോഡിയത്തിന് എന്ത് വേണം? 8 ഇലക്ട്രോണുകൾ ആവശ്യമുണ്ട് അല്ലേ. ക്ലോറിനും 8 ഇലക്ട്രോണുകൾ ആവശ്യമുണ്ട് outermost ഷെല്ലിൽ. സോ ഈ രണ്ട് ആറ്റങ്ങളും എങ്ങനെയാണ് രാസബന്ധനത്തിൽ ഏർപ്പെടുന്നത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇതിനു വേണ്ടിയിട്ട് നമുക്ക് എന്താ ആവശ്യമുണ്ട്? യെസ്, നമ്മൾ പ്രീവിയസ് ആയിട്ട് പഠിച്ച ബോർ അറ്റോമിക് മോഡൽ ആവശ്യമുണ്ട്. ഇത് രണ്ടിന്റെയും ബോർ അറ്റോമിക് മോഡൽ ഒന്ന് വരച്ചു നോക്കിയാലോ, എങ്ങനെ ഉണ്ടാവും നോക്കാം. ഓക്കെ, സോഡിയത്തിന്റെ ബോർ മോഡലാണ് ഇത്. ക്ലോറിന്റെ ബോർ അറ്റോമിക് മോഡലാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. നോക്കൂ, 281 അല്ലേ, അതാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് സോഡിയം. ഇപ്പൊ എന്തുണ്ട്? ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ ഉണ്ട്. ക്ലോറിന്റെ കേസിലോ 287. ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ ഹൗ മെനി ഇലക്ട്രോൺസ് ആർ ദർ? 2, 4, 6 and 1, 7. ഓക്കെ, എന്ത് ചെയ്യാം? സോഡിയത്തിന് സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? 7 more ഇലക്ട്രോൺസ്, ഇത് എന്ത് ചെയ്യാം? 7 more ഇലക്ട്രോൺസ് ആവശ്യമുണ്ട്. അല്ലെങ്കിലോ ഒരു ഇലക്ട്രോൺ അങ്ങോട്ട് വിഡ്രോ ചെയ്താലോ അപ്പൊ എന്ത് കിട്ടും? 280 കിട്ടും അല്ലെ. അപ്പോൾ സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാം. രണ്ട് മെത്തേഡുകളുണ്ട്. ഇത് സോഡിയം ക്യാൻ ആക്സെപ്റ്റ് 7 ഇലക്ട്രോൺസ് ഓർ വിഡ്രോ 1 ഇലക്ട്രോൺ. പക്ഷെ 7 ഇലക്ട്രോൺ ആക്സെപ്റ്റ് ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഓൾറെഡി അറിയാം ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് എത്രയാണ്? 11 ആണല്ലേ. സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ് ഉണ്ടാവുക. ഇനി ഒരു 7 ഇലക്ട്രോൺസ് കൂടി വന്നാൽ എന്താവും? ഇവിടെ 18 ഇലക്ട്രോൺസ് ആയി മാറും. പക്ഷെ പ്രോട്ടോൺ എണ്ണത്തിൽ തന്നെ ഉണ്ടാവുക 11. സോ 11 പ്രോട്ടോണുള്ള ന്യൂക്ലിയസിന് എന്ത് ചെയ്യാൻ കഴിയില്ല? ഇത്രയും 18 ഇലക്ട്രോണുകളെയും പിടിച്ചു നിർത്താൻ കഴിയില്ല അല്ലെ. അപ്പൊ ഇത് പോസിബിൾ അല്ല. 7 ഇലക്ട്രോൺസിനെ എടുക്കുന്നത് ശരിയാവില്ല. സോ എന്ത് ചെയ്യും? ഈ ഒരു ഇലക്ട്രോണിനെ വിഡ്രോ ചെയ്യും. സെയിം എന്തായാലും ഇവിടെ ഒരാൾ എന്തുണ്ട്? 287 ആണല്ലേ. ഒരാൾക്ക് എന്തുണ്ട്? ഒരു ഇലക്ട്രോൺ കിട്ടാൻ ഇവിടെ കാത്തിരിക്കുന്നുണ്ട്. This chlorine atom is waiting for 1 electron. So this 1 electron is accepted by
this chlorine atom. So 2 8 here 7, it will become what? 2 8 and 8. So chlorine atom endu kittum 8 electrons kittum. So they attain what? Octet configuration അല്ലെങ്കിൽ അഷ്ടക വിന്യാസം എന്ത് ചെയ്യും? അഷ്ടക ഇലക്ട്രോണിക വിന്യാസം പൂർത്തീകരിക്കും. അതോടുകൂടി എന്ത് ചെയ്യും? സോഡിയത്തിനും ക്ലോറിനും സ്റ്റെബിലിറ്റി കൈവരിക്കുകയും ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും? രണ്ടും കൂടി കമ്പൈൻ ചെയ്തതിനു ശേഷം സോഡിയം ക്ലോറൈഡ് ഉണ്ടാവുകയും ചെയ്യും. എങ്ങനെയാണ് എന്ത് ചെയ്യാം? അപ്പൊ ഇതിന്റെ ഒരു ഇലക്ട്രോൺ പോയി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ 2 ഇലക്ട്രോൺസ് തന്നെ അല്ലേ? Then here എന്താവും? 2 4 6 8. Here what happens? Yes, 2 8 2 4 6 8 11 protons and neutrons. Okay, but what happens here? ഇതിനെന്ത് ചെയ്തു? സോഡിയത്തിന് എന്ത് ചെയ്തു? സോഡിയം ഇവിടെ എത്രയായി? 2 8 ആയി മാറി അല്ലേ? ഇലക്ട്രോൺ വിന്യാസം എവിടെയോ 2 8 and 8 ആയി മാറി ക്ലോറിന്റെ. ക്ലിയർ? എന്നാൽ some other changes also happened. എന്താണ്? ഇവിടെ ആദ്യം 11 ഇലക്ട്രോണുകൾ ഉണ്ടായിരുന്നു. ഇപ്പൊ ഒരു ഇലക്ട്രോൺ പോയി. എത്ര പ്രോട്ടോൺ ഉണ്ട്? 11 protons are there. So പ്രോട്ടോണിന്റെ എണ്ണം ഒന്ന് കൂടുതലാണ്. What is the charge of proton? Yes, positive, plus ആയി അല്ലേ? സോ എന്ത് ചെയ്യും? ഈ പ്രോട്ടോൺ ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെടുമ്പോൾ അതിന് എന്ത് ചാർജ് ലഭിക്കും? Yes, it attains a positive charge. Okay, but what is the case of chlorine? എന്താണ് ക്ലോറിന്റെ കഥ? Yes, initially it have 17 electrons and 17 protons, but when they are combined together to attain stability, one of the electron from sodium is attained by the chlorine atom. So it have 18 electron and 17 proton. So one electron is extra in the case of chlorine. So what happens? So chlorine have one, yes, electron is extra. So we know that what? Yes, if an electron is more, then it have a negative charge. Clear? And ഈ ചാർജ്ഡ് ഇപ്പൊ ആറ്റം എന്തായി മാറി? ചാർജ്ഡ് ആറ്റങ്ങളായി മാറി അല്ലേ? ആദ്യം ചാർജ് ഒന്നും ഇല്ലായിരുന്നു. ഇപ്പൊ എന്തായി? ഇലക്ട്രോണിനെ ട്രാൻസ്ഫർ ചെയ്തതോടുകൂടി എന്തായി? ചാർജ് അറ്റൈൻ ചെയ്തു അല്ലേ? ചാർജ് അറ്റൈൻ ചെയ്തു. ഒന്നിന് പോസിറ്റീവ് ചാർജ് ആയി, ഒന്നിന് നെഗറ്റീവ് ചാർജ് ആയി. ഇതിനെയാണ് നമ്മൾ അയോൺ എന്ന് പറയുന്നത്. അയോൺ ഒരു പുതിയ ടേം അല്ലേ? അയോൺ. അയോണുകൾ അയോൺ ആയി മാറി. ഇതെന്താണ്? പോസിറ്റീവ് അയോൺ. ഈ പോസിറ്റീവ് അയോൺ നമ്മൾ എന്ത് പറയും? യെസ്, കാറ്റയോൺ എന്ന് പറയും അല്ലേ? കാറ്റയോൺ. നെഗറ്റീവ് അയോൺ ആണല്ലേ ഇത്? ഇതിന് നമ്മൾ ആനയോൺ എന്ന് പറയും. ആനയോൺ. ക്ലിയർ? സോ അയോണിക് ബോണ്ട് എങ്ങനെ ഉണ്ടാകുന്നത്? യെസ്, it is the formation of molecules by combining two opposite charged ions. Clear? So these ions are combined together by help of a electrostatic force between them. എന്താണ്? വ്യത്യസ്ത ചാർജുകളുടെ അയോണുകൾ തമ്മിൽ എന്തുണ്ട്? ഒരു വൈദ്യുത ആകർഷണ ബലം ഉണ്ടാവും അല്ലെ? നമുക്കറിയാം പോസിറ്റീവും നെഗറ്റീവും ചാർജുകൾ തമ്മിൽ കൂട്ടിച്ചേർക്കും, അടുത്ത് വെച്ചാൽ എന്ത് ചെയ്യുമ്പോൾ അട്രാക്ട് ചെയ്യും. സിമിലർലി പോസിറ്റീവ് അയോണുള്ള കാറ്റയോൺ, സോഡിയം കാറ്റയോൺ Na+, സോഡിയം കാറ്റയോണും നെഗറ്റീവ് അയോൺ ചാർജുള്ള ക്ലോറിൻ അയോണും തമ്മിൽ എന്ത് ചെയ്യും? പരസ്പരം ആകർഷിക്കപ്പെടും. വൈദ്യുത ആകർഷണ ബലം കാരണം, അല്ലെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് കാരണം. സോ ദേ കമ്പൈൻ ടുഗദർ ആൻഡ് ഫോം വാട്ട്? NaCl ഫോം ചെയ്യും. ക്ലിയർ? സോ this is the method of forming ionic bond. Clear? Yes. Then ഇവിടെ എന്താണ് സംഭവിക്കുന്നത് നമുക്കറിയാം. സോഡിയം ആറ്റത്തിന് എന്താ സംഭവിക്കുന്നത്? സോഡിയം ആറ്റം is changed to sodium Na+. Clear? Sodium atom is changed to Na+ plus 1 electron ആയില്ലേ? സോഡിയം ഒരു കാറ്റയോൺ ആയി മാറി. സോഡിയം പ്ലസ് Na+ ആയി മാറി. What happens to the case of chlorine? Yes, chlorine is accepted 1 electron and changes to Cl-, that is chlorine minus ion, that is anion. Clear? By this formation of ions, they are combined together and form an ionic bond. This is called ionic bonding. Clear? Look at another example.
മഗ്നീഷ്യം ഓക്സിജനും കൂടി ചേർന്നുണ്ടാവും മഗ്നീഷ്യം ഓക്സൈഡ് അല്ലെ, MgO ഉണ്ടാവും. മഗ്നീഷ്യം ഓക്സൈഡ് Mg പ്ലസ് O gives O2 gives MgO അല്ലെ. ഇത് നമ്മൾ എന്ത് ചെയ്യണം, ബാലൻസ് ഒക്കെ ചെയ്യാനുണ്ട്. പക്ഷെ ലെറ്റ്സ് സി വാട്ട് ഹാപ്പൻസ് ഹിയർ. ക്ലിയർ? എന്താണ് മഗ്നീഷ്യം പ്ലസ് ഓക്സിജൻ. മഗ്നീഷ്യത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എത്രയാണ്? 282 ആണ് അല്ലെ. അവസാനത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോൺസ് ഉണ്ട്. അതാണ് നമ്മൾ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം യൂസ് ചെയ്തിട്ട് വരച്ചത്. എന്നാലോ ഓക്സിജന്റെ കേസിലോ 26 ആണ് അല്ലെ. ലാസ്റ്റ് ഷെല്ലിൽ 6 ഇലക്ട്രോൺസ് ആണ്. സോ 2 electrons can be transferred to oxygen. So it will attain octet and 2 electrons can be accepted by oxygen. Here oxygen വെയിറ്റ് ചെയ്യാണ്, ആരെങ്കിലും 2 ഇലക്ട്രോൺ തരുമെന്ന് വെച്ചിട്ട് കാത്തിരിക്കുകയാണ് അല്ലെ. അപ്പൊ ഇവിടെ ഒരാൾ കൊടുക്കാൻ തയ്യാറായി നിൽക്കുന്നുണ്ട്. സോ എന്ത് ചെയ്യും, it will attain 2 electrons and become 26. ക്ലിയർ? സോ എന്ത് ചെയ്യാം, മഗ്നീഷ്യത്തിന്റെ 2 ഇലക്ട്രോൺ നഷ്ടപ്പെട്ടു. അപ്പൊ 2 ഇലക്ട്രോൺസ് പോയാൽ എന്താവും, there is 2 protons extra ഉണ്ടാവും അല്ലെ. അപ്പൊ എന്തായാലും 2 പ്ലസ് ചാർജ് ആയിരിക്കും ഉണ്ടാവുക. ക്ലിയർ? എന്നാലോ വാട്ട് ഹാപ്പൻസ് ടു ദ കേസ് ഓഫ് ഓക്സിജൻ? യെസ്, 2 ഇലക്ട്രോൺസ് ആർ അക്സെപ്റ്റഡ്. എന്ത് ചെയ്യും, 2 ഇലക്ട്രോൺസ് അക്സെപ്റ്റ് ചെയ്യുമ്പോൾ 2 ഇലക്ട്രോൺ എക്സ്ട്രാ ഉണ്ടാവും പ്രോട്ടോണിനേക്കാളും. പ്രോട്ടോണിന്റെ ചാർജ് പോസിറ്റീവ് ആണ്, അതിനെക്കാട്ടും 2 നെഗറ്റീവ് ചാർജുകൾ അധികം വരും. സോ അതിന്റെ ചാർജ് ഉണ്ടാവും നെഗറ്റീവ് 2-. ക്ലിയർ? സോ ദീസ് ആർ ഫോർമഡ് ബൈ ട്രാൻസ്ഫറിംഗ് ഓഫ് 2 ഇലക്ട്രോൺസ് to oxygen. So എന്ത് ചെയ്യും, കാറ്റയോൺ ഉണ്ടായി, Mg കാറ്റയോണും Mg2 പ്ലസ് കാറ്റയോണും MgO2 മൈനസ് ആനയോണും കമ്പൈൻ ചെയ്തിട്ട് അയോണിക് ബോണ്ട് ഉണ്ടായി MgO ഫോം ചെയ്തു. സോ അയോണിക് ബോണ്ടിങ് നമുക്ക് മനസ്സിലായി അല്ലേ. ഞാൻ നിങ്ങളൊരു എക്സാമ്പിൾ എഴുതുന്നു. നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് എന്ത് ചെയ്യാം, സോഡിയം ഓക്സൈഡ് ഉണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ വരച്ചിട്ട് വരണം. നമ്മൾ ഓൾറെഡി അയോണിക ബന്ധനം അല്ലെ, അയോണിക് ബോണ്ടിങ് വഴി ഉണ്ടാകുന്ന സംയുക്തങ്ങൾ എന്ത് പഠിച്ചു, അയോണിക സംയുക്തങ്ങൾ ഉണ്ടാകുമെന്ന് പഠിച്ചു. അല്ലെങ്കിലോ അയോണിക് കോമ്പൗണ്ട്സ് അല്ലെ, അയോണിക സംയുക്തങ്ങൾ ഉണ്ടാകുന്നത്. അടുത്ത മെത്തേഡാണ് ഇത് കോവാലന്റ് ബോണ്ടിങ് അല്ലെങ്കിൽ സഹസംയോജന ബന്ധം. ഇതിന്റെ കേസിൽ ഫോർ എക്സാമ്പിൾ ഫ്ലൂറിൻ, ക്ലോറിൻ, നൈട്രജൻ, ഓക്സിജൻ. ഇവിടെ പ്രത്യേകം എന്താണ്, they are combining with the same atoms അല്ലെ. ഒരേ ആറ്റംസ് കൂടി ചേർന്നാണ് എന്തുണ്ടാകുന്നത്, ഇത്തരം സംയുക്തങ്ങൾ ഉണ്ടാകുന്നത് അല്ലെ. ഇതിന്റെ പ്രത്യേകത 2 ഫ്ലൂറിൻ ആറ്റം ചെയ്തിട്ട് ഫ്ലൂറിൻ F2 ഉണ്ടായി, 2 ക്ലോറിൻ ആറ്റങ്ങൾ കൂടി ചേർത്തിട്ടാണ് ക്ലോറിൻ സംയുക്തം ഉണ്ടായത്. ക്ലിയർ? കോമ്പൗണ്ട്സ്, ക്ലോറിൻ കോമ്പൗണ്ട്സ്. നൈട്രജൻ കോമ്പൗണ്ട് എങ്ങനെ ഉണ്ടായത്, 2 നൈട്രജൻ ആറ്റങ്ങൾ കൂടി ചേർന്നിട്ട് അല്ലെ. എങ്ങനെയാണ് ഇത്തരം കോമ്പൗണ്ട്സ് ഉണ്ടാകുന്നത് എന്നാണ് കോവാലന്റ് ബോണ്ടിങ് അല്ലെങ്കിൽ സഹസംയോജന ബന്ധത്തിലൂടെ നമ്മൾ കാണാൻ പോകും. എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഫ്ലൂറിൻ എടുക്കാം അല്ലെ. ഫ്ലൂറിൻ, ക്ലിയർ? ഫ്ലൂറിൻ, വാട്ട് ഈസ് ഫ്ലൂറിൻ? വാട്ട് ഈസ് ദ അറ്റോമിക് നമ്പർ ഓഫ് ഫ്ലൂറിൻ? യെസ്, വി നോ 9. അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2-7. ക്ലിയർ? നമുക്ക് ഇതിനൊരു ബോർ മോഡൽ, ലെറ്റ്സ് റെപ്രസെന്റ് ദിസ് വിത്ത് ബോർ മോഡൽ. Okay, 2. Yeah, 9 protons. Okay, this is what fluorine. This is 1 fluorine, that is 2 and 7. Yes, let's take another fluorine. What happens? Yes, they are trying to combine അല്ലേ. എങ്ങനെയായിരിക്കും, ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഇയാൾക്ക് 2-7 ആണ്, ഇയാൾക്കും 2-7 ആണ്. സോ ഇൻ ഓർഡർ ടു അറ്റൈൻ സ്റ്റെബിലിറ്റി they need 1 more electron. So what happens, ഇവരോട് ചോദിച്ചു നോക്കൂലേ, അടുത്തുള്ള ഫ്ലോറിനോട് 1 ഇലക്ട്രോൺ തരുമോ എന്ന് ചോദിച്ചു നോക്കൂ. ഈ ഫ്ലോറിൻ കൊടുക്കുവോ? ഇല്ലല്ലേ. കാരണം എന്താ, നോ, ദിസ് വൺ ആൾസോ നീഡ് 1 more electron to attain stability. ഒരിക്കലും കൊടുക്കില്ല അല്ലേ. അപ്പൊ എന്ത് ചെയ്യും, 2 പേരും ഒരു പരസ്പര ധാരണയിലെത്തും. എന്തായിരിക്കും, എന്റെ ഒന്ന് ഇന്ത്യ ഷെയർ ചെയ്താലോ, 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാൻ ശ്രമിക്കില്ല. ട്രൈങ് ടു ഷെയർ ആൻഡ് they attain octet വാലൻസി അല്ലെ, octet attain ചെയ്യാൻ ശ്രമിക്കും. അപ്പൊ എങ്ങനെയാണ് ഇത് ഫോം ചെയ്യുക, നമുക്ക് വരച്ചു നോക്കിയാലോ. യെസ്, outermost shell having how much electrons? 2, 4, 6 and 8. 1 electron from the other fluorine atom is sharing with the first one. So ഇവിടെ എന്ത് ചെയ്തു, ഒരു ഷെയറിംഗ് നടന്നു അല്ലെ.
Yes, the second case law approval 28i. Second case law, what happens to second fluorine? Yes, it also have 2, 4, 6, 8. One electron from this fluorine is shared with the other, so it also attain octate. അഷ്ടക വിന്യാസം എന്ത് ചെയ്തു? അറ്റൈൻ ചെയ്യപ്പെട്ടു. അപ്പോൾ എന്ത് ചെയ്തു? രണ്ടുപേരും കൂടി തമ്മിൽ പരസ്പരം ധാരണയിലെത്തി. ഷെയർ ചെയ്യാം. ഷെയർ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? രണ്ടുപേർക്കും ഒബ്ജക്റ്റ് കംപ്ലീറ്റ് ആവാനും സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാനും സാധിച്ചു അല്ലേ? സോ ഇങ്ങനെ ഷെയറിംഗ് മുഖേന എന്ത് ചെയ്തു? ഇലക്ട്രോൺ ബൈ മീൻസ് ഓഫ് ഇലക്ട്രോൺ ഷെയറിംഗ് എന്ത് ചെയ്തു? ദർ ഈസ് attaining stability and forms what compounds. This is called what? Covalent bonding. അല്ലെങ്കിൽ സഹസംയോജന ബന്ധനം എന്ന് പറയും അല്ലേ? ഇവിടെ എത്ര ഇലക്ട്രോണുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഷെയർ ചെയ്തിട്ടുണ്ട്. നോക്കൂ, എത്ര ഇലക്ട്രോണുകൾ ഷെയർ ചെയ്തിട്ടുണ്ട്? സിംഗിൾ ഇലക്ട്രോൺസ് അല്ലേ? അപ്പൊ ഫ്ലൂറിൻ എന്ത് ചെയ്യാൻ റെപ്രസെന്റ് ചെയ്യാം? ഒരു സിംഗിൾ ലൈൻ ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യാം. ഒരു സിംഗിൾ പെയർ ഇലക്ട്രോണുകളാണ് എന്ത് ചെയ്ത് ഷെയർ ചെയ്തത്. സിംഗിൾ പെയർ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഏകബന്ധനം അല്ലെങ്കിൽ സിംഗിൾ ബോണ്ട് എന്ന് പറയാം അല്ലെ? ഏകബന്ധനം അല്ലെങ്കിൽ സിംഗിൾ ബോണ്ടിങ് എന്ന് പറയാം. സിംഗിൾ ബോണ്ട് ഒറ്റ പെയർ ഇലക്ട്രോണുകളാണ് ഷെയർ ചെയ്ത്, അതാണ് ഏകബന്ധനം. സോ ഇത്തരത്തിൽ ബൈ മീൻസ് ഓഫ് ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺ ആറ്റംസ് കമ്പൈൻസ് ടുഗദർ, then it is called what? Covalent bonding. ഇങ്ങനെ ഉണ്ടാകുന്ന സംയുക്തങ്ങൾ എന്ത് പറയും? കോവാലന്റ് കോമ്പൗണ്ട്സ് എന്ന് പറയും, അല്ലെങ്കിൽ സഹസംയോജന കോമ്പൗണ്ട്സ്, സഹസംയോജന സംയുക്തങ്ങൾ എന്ന് പറയും. ക്ലിയർ? കോവാലന്റ് ബോണ്ടിങ്ങിന്റെ മറ്റ് രണ്ട് എക്സാമ്പിളാണ് ഓക്സിജനും നൈട്രജനും വെച്ചത്. വിച്ച് റെപ്രസെന്റേഷൻ ഈസ് ഹിയർ യൂസ്ഡ് ഹിയർ? യെസ്, ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം. ഇതിന്റെ നേരത്തെ നമ്മൾ ബോർ മോഡൽ ആയിരുന്നു അല്ലേ? നൗ ലെറ്റ്സ് സീ how by using electron dot diagram we can represent covalent bonding. Yes, we know that oxygen have what? 2 6, right? 2 6, and here also 2 6. They are by means of sharing 2 electrons from this oxygen and 2 electrons from this oxygen, both of them get octet. Let's see how many electrons are there. 2, 4, 6, 8. It completes octet and attains stability. And other oxygen also attains stability by sharing 2 electrons from the first oxygen. So they form oxygen O2. Clear? And here how many electrons are shared? Yes, 1, 2, 3, 4. 4 electrons shared total. That is 2 pairs. 2 pairs ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഓക്സിജൻ നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം അല്ലേ? രണ്ട് ലൈൻസ് ഉപയോഗിച്ചിട്ട്. നൈട്രജന്റെ കേസ് നോക്കൂ. How many electrons are there in the outermost shell? Yes, it is 5 electrons. So in order to attain stability, what happens? They need 3 more electrons. So it combines with, it is shared 3 electrons with the other nitrogen. So this nitrogen also having 3 electrons. If you not show it, electron 3. This one also need 3 electrons. So they are sharing each other 3 electrons. What? Yes, total 5 plus 3, 6. You know. Yes, 5 plus 3, 6, 8 total. 8 octet complete. So this one also becomes what? Attains stability and form a chemical bonding. Which bonding? Yes, covalent bonding. How many electrons are shared? Yes, 3 pairs shared. Total 6 example 3 pairs. 3 lines use to represent 3 lines. There, in the share 3 electrons share. ട്രയാറ്റോമിക് ആയി ത്രിബന്ധനം വരും അല്ലെ? ദ്വിബന്ധനം, ത്രിബന്ധനം, ഏകബന്ധനം അല്ലെ? ഏകാറ്റോമിക അല്ലെങ്കിൽ ഏകബന്ധനം. ക്ലിയർ? എലമെന്റൽ കോമ്പൗണ്ട്സ് മാത്രമാണോ കോവാലന്റ് ബോണ്ടിങ് വഴി ഉണ്ടാകുക, സഹസംയോജന ബന്ധം വഴി? അല്ലല്ലേ? നമുക്ക് ഒരു ഹൈഡ്രജൻ ക്ലോറൈഡ് അല്ലെങ്കിൽ HCl കേസ് എടുത്താൽ എന്താ സംഭവിക്കുക നോക്കാം. ഹൈഡ്രജൻ ഓരോ ആറ്റമാണ്, മറ്റൊരു വ്യത്യസ്ത ആറ്റമാണ് ക്ലോറിൻ. സോ എന്തു സംഭവിക്കാം? വ്യത്യസ്ത ആറ്റങ്ങൾ കമ്പൈൻ ചെയ്തിട്ടും കോവാലന്റ് ബോണ്ടിങ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അല്ലെ? What happens in the case of hydrogen? How many electrons are there in the outermost shell? Yes, 1 electron. In the case of chlorine, there are 7 electrons in the outermost shell. So, in order to attain stability, how many electrons needed for hydrogen? Yes, 1 more electron is needed. Because, yes, in the first shell, it have only 2 electrons.
already one electron is here, so one more electron is needed. So it will share, the chlorine will share one of its electron with the hydrogen. What happens to the case of chlorine? It has 7 electrons in the outermost shell, and in order to attain the stability, it will share 1 electron with the hydrogen. So by sharing electrons between each other, it will form hydrogen chloride, HCl. Okay, let's see the electron diagram here. Electron dot diagram. This hydrogen is gain 1 electron, sharing 1 electron with the chlorine, and form, how many electrons are shared here? Yes, 1 pair of electron. So 1 pair of electron, we know that it is single bond. Ega bandhanam alle. Adu namukku symbol use cheyam. Yes, HCl. Here it's a single bond. So idoru ega bandhanathinu endana single bondine example aanu. So hydrogen chloride ingane undavunnunde. ഇതേപോലുള്ള മറ്റൊരു എക്സാമ്പിൾ ആണ് carbon tetrachloride. What is carbon? CCl4. Yes. In the case of carbon tetrachloride, it is a simple compound. Carbon having 1 carbon and 4 chlorine atoms are required. Clear? Then electron dot diagram area. How many electrons are there in the outermost shell of carbon? Yes, 4 electrons. We know already chlorine have 7 electrons in the outermost shell. So for a single carbon atom, and the 4 chlorine atoms. See, carbon, 1 carbon atom and 4 chlorine atoms are combined together. What happens for the carbon atom? It have 4 electrons in the outermost shell, and it need 4 more electrons to attain stability. In the case of chlorine atom, it have single electron in the outermost shell. So in order to attain stability, it will share electrons between carbon and 4 chlorine atoms to form carbon tetrachloride. You can see the image here. What single, there are 4 chlorines. Each chlorine is sharing one of the carbon atom with one of the electron of carbon atom with this chlorine. This chlorine 2, 4, 6, 8. Similarly, all 4 chlorine atoms are sharing 1 electron of carbon. So how many pairs of electrons are they sharing? 4 pair ഉണ്ടെങ്കിൽ 4 വ്യത്യസ്ത അല്ലേ, 4 വ്യത്യസ്ത ആറ്റങ്ങളുമായിട്ട് ഒരേ ആറ്റത്തിന്റെ ആയിട്ടല്ലേ അല്ലേ. അപ്പോൾ നമുക്ക് ഇങ്ങനെ എന്ത് പറയാം, ഇതെന്ത് പറയാൻ കഴിയില്ല, സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ട്, ട്രിപ്പിൾ ബോണ്ട് എന്ന രൂപത്തിൽ പറയാൻ കഴിയില്ല. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് ഇതാ, നോക്കൂ ഇങ്ങനെ കാർബൺ, യെസ് 4 chlorines. Clear? This is the representation, bond, a symbolic representation of carbon tetrachloride. It will sharing electron with 4 different chlorines, same chlorine atom. So it can be represented by this, a carbon atom sharing with these 4 chlorine atoms. Clear? So by this method, covalent by sharing of electron, what forms? Covalent compounds are formed. Covalent സഹസംയോജന സംയുക്തങ്ങൾ ഉണ്ടാകുന്നുണ്ട് അല്ലേ. സഹസംയോജന സംയുക്തങ്ങൾ ഉണ്ടാകുന്നത് കോവാലന്റ് ബോണ്ടിങ് ആണ്, കോവാലന്റ് കോമ്പൗണ്ട്സ് ഉണ്ടാകുന്നുണ്ട്. എന്ത് വെച്ചിട്ട്? ബൈ ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺസ്. ക്ലിയർ? ഇനി നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യുന്നത് CH4 മീഥെയിൻ, ഇതിന്റെയും ഹൈഡ്രജൻ ഫ്ലൂറൈഡിന്റെ ഒക്കെ എന്ത് ചെയ്യാം? ജസ്റ്റ് draw yourself. So നമ്മൾ എന്തൊക്കെ പഠിച്ചു? Yes, why atoms combine together? Why? Yes, in order to attain stability, atoms are combined together and form molecules and compounds. Then all the substances in the earth formed by means of chemical bonding. Clear? So chemical bonding, how the atoms combined? Yes, we know there are 2 methods, that is ionic bonding and covalent bonding. In the case of ionic bonding, electrons are transferred. One electron of an atom is transferred to another electron and form ions. So by means of electrostatic force of attraction,
വൈദ്യുതാകർഷണ ബലം കാരണം അയോണുകൾ തമ്മിൽ കൂടിച്ചേർന്നുകൊണ്ട് അയോണിക ബന്ധനത്തിലൂടെ അയോണിക സംയുക്തങ്ങൾ ഉണ്ടാകുന്നു. അതാണ് എന്ത് അയോണിക് ബോണ്ടിങ് അല്ലെങ്കിൽ അയോണിക ബന്ധനം. എന്നാൽ കോവാലന്റ് ബോണ്ടിങ്ങോ ഇവിടെ കൈമാറ്റം കൊടുക്കുന്നില്ല അല്ലെ, ഷെയറിംഗ് ഓൺലി. ഇലക്ട്രോൺസ് ആർ ഷെയർഡ് ആൻഡ് ഫോംസ് വാട്ട് ഡിഫറെന്റ് കോമ്പൗണ്ട്സ് by covalent bonding. Covalent compounds are formed. Clear? Okay, here only sharing will happen. Okay, thank you.